പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ KP കുഞ്ഞികൃഷ്ണൻ, പ്രസിഡന്റ്, വിഭജന ഗ്രന്ഥാലയം, കേരളം. കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ തീപ്പൊരിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യ പഥികരിൽ ഒരാളും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും എല്ലാമായ സഖാവ് NC ശേഖർ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 39 വർഷം തികയുകയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നാടായ തിരുവനന്തപുരത്തിനടുത്തുള്ള വെങ്ങാനൂരിൽ 1904 ജൂലൈ 2 കുര്യാത്തി വീട്ടിൽ നാരായണപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി പിറന്ന കുര്യാത്തി വീട്ടിൽ നാരായണപിള്ള ചന്ദ്രശേഖരപിള്ളയാണ് പിന്നീട് NC ശേഖറായത്. 4 കെട്ടും വലിയ ബംഗ്ലാവും അടങ്ങിയ അച്ഛൻ്റെ ഭവനം, സമ്പന്നമായ നായർ കുടുംബം, 100 പറ നെല്ല് ഒന്നിച്ച് കൊയ്തിട്ട് മെതിക്കാനും വൈക്കോലുണക്കാനും പറ്റുന്ന വിശാലമായ മുറ്റം, 500ഉം 600ഉം പറ നെല്ല് സൂക്ഷിക്കുവാനുള്ള പത്തായങ്ങളും എല്ലാമുള്ള ഭവനം. അവിടെ നിന്നാണ് NC ശേഖർ സിദ്ധാർത്ഥ രാജകുമാരനെ പോലെ എല്ലാം ത്യജിച്ച് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീക്കുണ്ടത്തിലേക്ക് എടുത്തു ചാടിയത്. 1921 കോൺഗ്രസിൽ മെമ്പർഷിപ്പ് നേടിയ NC വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് എത്തുകയാണുണ്ടായത്. വിദ്യാഭ്യാസം 4ാം ക്ലാസ് വരെ വീടിനടുത്തുള്ള കുടിപ്പള്ളിക്കൂടത്തിൽ, തുടർന്ന് ബാലരാമപുരത്തെ സെൻറ് ജോസഫ് വിദ്യാലയത്തിൽ, തുടർന്ന് നെയ്യാറ്റിൻകര ഇംഗ്ലീഷ് സ്കൂളിൽ പഠനം. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ദേശീയ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും മഹാത്മാഗാന്ധിയിലും ഏറെ ആകർഷിക്കപ്പെട്ടു. നെയ്യാറ്റിൻകരയിലും ബാലരാമപുരത്തുമുള്ള ഗ്രന്ഥാലയങ്ങളിലും വായനശാലകളിലും സ്കൂൾ വിട്ടു വന്നാൽ ശേഖരൻ നിത്യ സന്ദർശകനും വായനക്കാരനുമായിരുന്നു. രാപ്പകൽ വായനയും പഠനവും ആലോചനയുമായി നടക്കുന്ന ചന്ദ്രശേഖരൻ്റെ ഭാവപ്പകർച്ച അച്ഛൻ്റെയും അമ്മയുടെയും ശ്രദ്ധയിൽപ്പെട്ടു. ചന്ദ്രശേഖരൻ ഗുണം പിടിക്കുമെന്ന് അച്ഛനും മകൻ വലിയവനാകുമെന്ന് അമ്മയും പറഞ്ഞു. ആ കാലത്ത് എന്താകണമെന്ന് അമ്മ ചോദിച്ചിരുന്നുവെങ്കിൽ സ്വരാജാശ്രമത്തിൽ ചേരണമെന്ന് പറഞ്ഞേനെ എന്ന് NC പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കുമ്പോൾ തന്നെ ചന്ദ്രശേഖരൻ ബാലരാമപുരത്തെ സ്വരാജാശ്രമത്തിലെ അംഗമായി ചേർന്നു. 1921 അന്ന് 16 വയസ്സ് പ്രായം. ഇവിടെ വെച്ച് TK മാധവൻ, KP കേശവമേനോൻ, EV രാമസ്വാമി നായ്ക്കർ, C രാജഗോപാലാചാരി, ശ്രീനാരായണ ഗുരു തുടങ്ങിയ നേതാക്കന്മാരെ ശേഖരൻ കണ്ടിരുന്നു. 1917 റഷ്യൻ വിപ്ലവം നടക്കുന്ന ഒക്ടോബർ വിപ്ലവം യുവാക്കളിൽ പുതിയ ആവേശം സൃഷ്ടിച്ച കാലമായിരുന്നു അത്. ഹൈസ്കൂൾ പഠനത്തിന് ശേഷം തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് എന്ന സാങ്കേതിക സ്ഥാപനത്തിൽ ചേർന്ന് പഠിച്ചു. ഉയർന്ന തറവാട്ടിലെ സന്തതി, ആഢ്യത്വവും ബന്ധുസ്വാധീനവും ചെലുത്താൻ കഴിയുന്ന ആളാണ് അച്ഛൻ. ആ നിലയ്ക്ക് ഇത്രയും വിദ്യാഭ്യാസം സിദ്ധിച്ച ഒരു യുവാവ് മഹാരാജാവിൻ്റെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥനാകാനാണ് സാധാരണഗതിയിൽ ആഗ്രഹിക്കുക. പൊന്നു തമ്പുരാൻ്റെ 10 ചക്രം കിട്ടുക എന്നത് ജീവിത മോഹമാണ്. പക്ഷേ ഇത്തരം വ്യാമോഹങ്ങളിലൊന്നും കുടുങ്ങാതെ പൊതുജന പ്രവർത്തനം ജീവിത ലക്ഷ്യമാക്കി തിരഞ്ഞെടുക്കുകയായിരുന്നു NC ശേഖർ എന്ന ധിക്കാരിയായ ചെറുപ്പക്കാരൻ ചെയ്തത്. 1933 1934 കാലത്ത് ബാലരാമപുരത്തെ ശ്രീചിത്തിര നാൾ ലൈബ്രറിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 31 NCയും കൂട്ടുകാരും കമ്മ്യൂണിസ്റ്റ് ലീഗ് സംഘടിപ്പിച്ചു. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് ലീഗ് നിരോധിച്ചപ്പോൾ അഖില തിരുവിതാംകൂർ യൂത്ത് ലീഗ് രൂപീകരിച്ചു. തുടർന്ന് നിവർത്തന പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്തു. 1930 ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ സബർമതി ആശ്രമത്തിൽ ചേർന്ന കോൺഗ്രസ് കമ്മിറ്റി നിയമലംഘന സമരം നടത്താൻ തീരുമാനിച്ചു. സർവ്വ ചുമതലയും ഗാന്ധിജിയെ ഏൽപ്പിച്ചു. ഗാന്ധിജി ഉപ്പ് നികുതി എടുത്തു കളയണമെന്നാവശ്യപ്പെട്ട് വൈസ്രോയ്ക്ക് കത്തെഴുതി. തുടർന്ന് ഒരു പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് ഗാന്ധിജി വീണ്ടും എഴുതി, ഈ മാസം 11-ാം തീയതി എൻ്റെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്ന അത്രയും ആശ്രമവാസികളെയും കൂട്ടി ഞാൻ ഉപ്പ് നിയമം ലംഘിക്കുന്നതാണ് എന്ന്. സ്വാതന്ത്ര്യ സമരം നടത്തുന്നത് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവന് വേണ്ടി ആയതുകൊണ്ടാണ് ഈ സമരം ഉപ്പ് നിയമം തൊട്ടാരംഭിക്കുന്നത്. ഗാന്ധിജി 1930 മാർച്ച് 12-ാം തീയതി സബർമതി ആശ്രമത്തിലെ 79 അനുയായികളോടുകൂടി 241 മൈൽ അകലെയുള്ള ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. സ്വരാജ് ലഭിക്കാതെ താൻ സബർമതി ആശ്രമത്തിലേക്ക് മടങ്ങുന്നതല്ലെന്ന് ഗാന്ധിജി പ്രതിജ്ഞ ചെയ്തു. 24 ദിവസത്തെ പര്യടനത്തിന് ശേഷം ഏപ്രിൽ 5 ദണ്ഡിയിലെത്തി. ഗാന്ധിജിയും
കൂട്ടരും ഉപ്പ് നിയമം ലംഘിച്ചു. അറസ്റ്റ്, മർദ്ദനം, ലാത്തിചാർജ്, വെടിവെപ്പ്. പ്രക്ഷോഭം നാടിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചു. 1930 ഏപ്രിൽ 13-ന് 33 പേർ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടിൽ നിന്നും പയ്യന്നൂരിലേക്ക് തിരിച്ചു. പി കൃഷ്ണപിള്ള, മയ്യാരത്ത് ശങ്കരൻ, സുബ്രഹ്മണ്യ തിരുമുമ്പ്, കെ ടി കുഞ്ഞിരാമൻ നമ്പ്യാർ തുടങ്ങിയവരായിരുന്നു പ്രധാനികൾ. 1930 ഏപ്രിൽ 23-ന് രാവിലെ കേളപ്പന്റെ നേതൃത്വത്തിലുള്ള 116 വളണ്ടിയർമാർ നിയമം ലംഘിച്ച് ഉപ്പുകുറുക്കി. പാലക്കാട്ടിൽ നിന്നും ആർ വി ശർമ്മയുടെ നേതൃത്വത്തിൽ ഒരു ജാഥ പയ്യന്നൂരിലെത്തി. തിരുവനന്തപുരത്ത് നിന്നാണ് പുനർ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പയ്യന്നൂരിലേക്ക് പുറപ്പെട്ടു. ആ ജാഥയിൽ NC ശേഖർ ഉൾപ്പെടെ 25 പേരുണ്ടായിരുന്നു. അംശി നാരായണപിള്ള രചിച്ച ഗാനവും പാടിക്കൊണ്ടാണ് ജാഥ മുന്നോട്ട് നയിച്ചത്. വരിക വരിക സഹചരി, വരിക സഹന സമരമായി, കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്ക് പോകനാം എന്ന് തുടങ്ങിയ ഗാനം ജാഥയിൽ മുഴങ്ങിക്കെട്ടു. ആ ജാഥയിലെ പ്രധാന പ്രാസംഗികനായിരുന്നു NC ശേഖർ. തുടർന്ന് 1930 മെയ് മാസം NCയും മറ്റുള്ളവരും പയ്യന്നൂർ ക്യാമ്പിനോട് വിട പറഞ്ഞു. NCക്ക് ഘോരമായ പനി പിടിപെട്ടു. ഡോക്ടർ മഞ്ചേരി സുന്ദരമാണ് NCയെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയത്. 3 മാസം കഴിഞ്ഞ് NC വീട്ടിലെത്തി. രോഗിയായ മകനെ കണ്ട് അമ്മ പൊട്ടിക്കരഞ്ഞു. തുടർന്ന് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ചികിത്സ. ആരോഗ്യം വീണ്ടെടുത്ത NC ശേഖർ കോഴിക്കോട്ടെത്തി. തുടർന്ന് മദ്യഷാപ്പ് പിക്കറ്റിംഗ്, വിദേശ വസ്ത്ര ബഹിഷ്കരണം തുടങ്ങിയ പ്രക്ഷോഭ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തു. മദ്യഷാപ്പ് പിക്കറ്റിങ്ങിനെ തുടർന്ന് NCയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. ഈ കേസിൽ 6 മാസം തടവ് ശിക്ഷ ലഭിച്ചു. ആ ഘട്ടത്തിലാണ് കണ്ണൂർ ജയിലിൽ നിന്നും ഒരു കൂട്ടുകാരനെ ലഭിച്ചത്. യാർവാദ ജയിലിൽ നിന്നും എത്തിയ ബാറ്റ്ലിവാല അദ്ദേഹത്തിൽ നിന്നും കുറേയേറെ വിവരങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്തു. ആ സമയത്ത് കണ്ണൂർ ജയിലിൽ ആന്ധ്ര കേസരി ടി പ്രകാശം A ക്ലാസ് തടവുകാരനായിരുന്നു ജയിലിലുണ്ടായിരുന്നു. 1930 ജനുവരി 26 മുതൽ എല്ലാ ജനുവരി 26-നും സ്വാതന്ത്ര്യ ദിനം ആചരിക്കുവാൻ ലാഹോർ കോൺഗ്രസ് സമ്മേളനം തീരുമാനിച്ചു. 1931 ജനുവരി 26-ന് കണ്ണൂർ ജയിലിന്റെ മാളിക മുകളിൽ കയറി ഒരു യുവകേസരി ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യം മുഴക്കി. ഇന്ത്യൻ സേവാദൾ സംഘത്തിന്റെ ക്യാപ്റ്റനായ വാസുദേവ റാവു ആയിരുന്നു അത്. ബാംഗ്ലൂർ സ്വദേശിയായ അദ്ദേഹത്തിന് കടുത്ത ശിക്ഷ ലഭിച്ചു. കാലിൽ വിലങ്ങിട്ടു, കയ്യിൽ ആമം വെച്ചു, ഏകാന്ത തടവിൽ അടച്ചിട്ടു. തുടർന്ന് തടവുകാർ വാസുദേവ റാവുവിന്റെ ചങ്ങലക്കെട്ടുകൾ നീക്കം ചെയ്യണമെന്നാവശ്യമായി പ്രത്യക്ഷ സമരം ആരംഭിച്ചു. തടവുകാർ ആരും വൈകുന്നേരം ലോക്കപ്പിൽ കയറിയില്ല. വാസുദേവ റാവുവിന്റെ ചങ്ങലകൾ അറുത്തുമാറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ കയറില്ല. ജയിൽ സൂപ്രണ്ടിന്റെ അവസാനത്തെ ആജ്ഞയും നിരസിച്ചു. തുടർന്ന് ചാർജ്, ക്രൂരമർദ്ദനം. NCയെ ചവിട്ടിയുരുട്ടി മുറിക്കുള്ളിലിട്ടു. കമിഴ്ന്നു കിടന്ന NCയുടെ തലയിൽ ബൂട്ട്സ് ഇട്ട കാൽകൊണ്ട് ചവിട്ടി. ലാത്തി കൊണ്ട് മർദ്ദനം. NCയുടെ മുൻവരിയിലെ പല്ല് മുഴുവൻ പോയി. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരി അടക്കം മർദ്ദനം സഹിച്ചു. തുടർന്ന് സമരം അവസാനിപ്പിക്കുവാൻ A ക്ലാസ് തടവിൽ കിടക്കുന്ന ആന്ധ്ര പ്രകാശം ഇടപെട്ടു. വാസുദേവ റാവുവിനെ വിലങ്ങ് അഴിപ്പിച്ചു. 1931 മെയ് മാസം കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനം. തീരുമാനം വിശദീകരിക്കുവാൻ വടകരക്കടുത്ത് വെച്ച് കോൺഗ്രസിന്റെ 5-ാം സംസ്ഥാന സമ്മേളനം ചേരാൻ തീരുമാനിച്ചു. ആ സമ്മേളനത്തിൽ പ്രതിനിധിയല്ലെങ്കിലും രാഷ്ട്രീയ യാതനക്കാരൻ എന്ന നിലയിൽ NC ശേഖർ പങ്കെടുത്തു. NC കോഴിക്കോട്ടെത്തി. ചാലപ്പുറത്തുള്ള കോങ്ങോട്ടിൽ രാമൻ മേനോന്റെ വസതിയിലെത്തി. അവിടെ വെച്ചാണ് സഖാക്കളുടെ സഖാവായ P കൃഷ്ണപിള്ളയെ NC ശേഖർ ആദ്യമായി കാണുന്നത്. കൃഷ്ണപിള്ളയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായി കാണുകയായിരുന്നു. പരിചയപ്പെട്ട് കുറെ നേരം സംസാരിച്ചു. വടകരക്ക് പോകുവാൻ NCക്ക് വണ്ടിക്കൂലി കൊടുക്കുകയും ചെയ്തു കൃഷ്ണപിള്ള ഒരു മഹാമനസ്കനാണെന്ന് NCക്ക് മനസ്സിലായി. 1931 സെപ്റ്റംബറിൽ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത് ചർച്ചകൾ പരാജയപ്പെട്ട് ഇന്ത്യയിലേക്ക് മടങ്ങിയ ഗാന്ധിജിയെ 1932 ജനുവരി 4-ന് ബോംബെ തുറമുഖത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. അതിനു മുമ്പ് തന്നെ നെഹ്റു, പട്ടേൽ, ആസാദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവിതാംകൂറിൽ പ്രകടനവും പൊതുയോഗങ്ങളും നിരോധിച്ചു. എന്നാൽ ഈ നിരോധനം പുല്ലാക്കി നിയമലംഘന സമരത്തിൽ NC പങ്കെടുത്തു. ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങി. ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ NCയെ ചവിട്ടിയുരുട്ടിയ SP കാല് പുഴുത്ത് മരിച്ചു. NC ആ രംഗം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ തിരുവനന്തപുരം ഓവർബ്രിഡ്ജിനടുത്ത് വെച്ച് ASP എന്നെ നിഷ്കരണം തല്ലുന്നു. ചെന്നായ്ക്കളെ പോലെ എന്നെ അവർ ആക്രമിച്ചു. അവസാനം ASP നാഭിക്ക് ചവിട്ടി എന്നെ വീഴ്ത്തി. എന്തിനും ഒരു പ്രതിവിധിയും പ്രതികാരവും ഉണ്ടാവാതെ നിവർത്തിയില്ല. അതുണ്ടായി തീരൂ. അധികകാലം കഴിയേണ്ടി വന്നില്ല. ആ നാഭിക്ക് ചവിട്ടിയ ASP കാല് പുഴുത്ത് ചത്തു. 1934 കോഴിക്കോട്ട് ചേർന്ന യോഗത്തിൽ വെച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തു. ഇതിന് നേതൃത്വം നൽകിയ സഖാവ് P കൃഷ്ണപിള്ളയും EMS. ജയിലിൽ വെച്ച് വിപ്ലവകാരികളുമായുള്ള ബന്ധത്തിൽ നിന്നാണ് ഈ ആശയം രൂപം കൊണ്ടത്.
1935 NC KPCC അംഗമായി. 1936 ജൂൺ 14 ബാബു സമ്പൂർണാനന്ദന്റെ അധ്യക്ഷതയിൽ തലശ്ശേരി വിക്ടറി ഹാളിൽ നടന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ NC പങ്കെടുത്തു. ഈ സമ്മേളനത്തിൽ SV ഘാട്ടെ, P രാമമൂർത്തി എന്നിവരും പങ്കെടുത്തിരുന്നു. NC ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. 1937 കോഴിക്കോട്ട് വെച്ച് പച്ചക്കറിപ്പീടികയുടെ മുകളിൽ വെച്ച് വളരെ രഹസ്യമായി P കൃഷ്ണപിള്ള, NC ശേഖർ, K ദാമോദരൻ, EMS, SV ഘാട്ടെ എന്നിവർ ചേർന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉപഘടകം എന്ന നിലയിൽ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു. 1934 KPCCയുടെ 10ാം രാഷ്ട്രീയ സമ്മേളനം ബക്കളത്ത് വെച്ച് നടന്നു. ഈ സമ്മേളനത്തിലും NC ശേഖർ സജീവമായി പങ്കെടുത്തു. തിരുവനന്തപുരത്ത് ആദ്യമായി നിരോധനാജ്ഞ ലംഘിച്ച് പ്രസംഗിച്ചത് NC ശേഖറാണ്. ആ യോഗത്തിൽ ഇത് മൈലാപ്പൂരല്ലെന്നും തിരുവിതാംകൂർ ശ്രീവാഴംകോട്ട ആശ്രിതർക്ക് വാഴാനുള്ള ഇടമല്ലെന്നും നിരോധനാജ്ഞ എന്ന ഓലപ്പാമ്പ് കണ്ട് പേടിപ്പിക്കില്ലെന്നും ശ്രീകണ്ഠൻ നായരും NC ശേഖറും പ്രഖ്യാപിച്ചു. NC നിരോധനാജ്ഞ ലംഘിച്ചു എന്ന് കോടതിയിൽ സമ്മതിച്ചു. തുടർന്ന് ശിക്ഷ വിധിച്ചു. തിരുവണ്ണൂർ കോട്ടൺ യൂണിയൻ, മലബാർ വീവിംഗ് കമ്പനി, ഫറോക്ക് കോട്ട് കമ്പനി, കല്ലായിലെ ഈർച്ച കമ്പനി തുടങ്ങിയ പല സ്ഥലത്തും NCയുടെ നേതൃത്വത്തിൽ തൊഴിലാളി യൂണിയനുകൾ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. 1939 ഡിസംബറിന് തലശ്ശേരി പാറപ്പുറത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടന്നു. പാറപ്പുറം എന്ന സ്ഥലം 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അധികാരികളുടെയും ഒറ്റുകാരുടെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ റാഡിക്കൽ ടീച്ചേഴ്സ് യൂണിയൻ യോഗം എന്ന പേരിലാണ് ആ യോഗം അറിയപ്പെട്ടത്. ഒരു കർഷക തൊഴിലാളിയായ വടവതി അപ്പുക്കുട്ടിയുടെ വീട്ടിന്റെ മുറ്റത്താണ് ആ യോഗം ചേർന്നത്. രാത്രി 2 മണി വരെ യോഗം തുടർന്നു. യോഗത്തിൽ കൃഷ്ണപിള്ള, EMS എന്നീ നേതാക്കൾ പ്രസംഗിച്ചു. കൃഷ്ണപിള്ളയെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. NC ശേഖർ തുടങ്ങി 90ഓളം സഖാക്കൾ പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തിരുന്നു. 1940 ജനുവരി 26 പാർട്ടി രൂപീകരിക്കണം പരസ്യമായി പ്രഖ്യാപിച്ചു. ചുമരെഴുത്തിലൂടെ 1942 ജൂൺ 22 പാർട്ടിയുടെ നിരോധനം പിൻവലിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഒരുമിച്ച് കോഴിക്കോട്ട് താമസിച്ചു. NC ശേഖറും അവിടുത്തെ താമസക്കാരനായിരുന്നു. പ്രേതബാധ ഉണ്ടായെന്ന് പറഞ്ഞ് വാടകക്കാർ ഉപേക്ഷിച്ചു പോയ സാമാന്യം വലിയ വിരുദ്ധ കെട്ടിടത്തിലാണ് കമ്മ്യൂൺ എന്ന പേരിൽ താമസം തുടങ്ങിയത്. ഇന്നത്തെ KSRTC സ്റ്റേഷൻ നിലനിൽക്കുന്ന സ്ഥലം. കുറേ മാസങ്ങളോളം ഈ കമ്മ്യൂൺ ജീവിതം നീണ്ടു നിന്നിരുന്നു. വിപ്ലവകാരിയായ NC ശേഖർ കല്യാണം കഴിച്ചത് കണ്ണൂരിലെ ഒരു പാവപ്പെട്ട തൊഴിലാളി കുടുംബത്തിലെ ഇടയത്ത് ജാനകിയാണ്. കോമൺവെൽത്ത് തുണിമിൽ തൊഴിലാളിയായിരുന്നു. തൊഴിലാളി യൂണിയൻ പ്രവർത്തകൻ ഇടയത്ത് രാഘവന്റെ മരുമകളാണ് ജാനകി. 1942 ജയിൽ മോചിതനായ NC ഇടയത്ത് രാഘവന്റെ കുടുംബത്തിലെത്തി. രക്തവാദം പിടിപെട്ട് NC ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇടയത്ത് രാഘവന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. വിവാഹത്തിന് വളരെ മുമ്പ് തന്നെ NC കല്യാണകാര്യം വീട്ടുകാരെ അറിയിച്ചു. നേരത്തെ അച്ഛൻ NCയുടെ 24ാമത്തെ വയസ്സിൽ ഒരു കല്യാണം ഉറപ്പിച്ചിരുന്നു. നിശ്ചയിച്ചതിന്റെ തലേദിവസം അമ്മയോട് വിട പറഞ്ഞ് നാടുവിടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ആ സംഭവം മറക്കാനും പൊറുക്കാനും തയ്യാറായില്ല. അതുകൊണ്ട് NC അച്ഛന് കത്തെഴുതി. ഒരു ഈഴോത്തിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു, എന്നെ അച്ഛനും അമ്മയും അനുഗ്രഹിക്കണം എന്നപേക്ഷിച്ചായിരുന്നു എഴുതിയത്. കത്തിന് മറുപടി വന്നു. ഈഴോത്തിയായാലും പറച്ചിയായാലും ആരെ കല്യാണം കഴിച്ചാലും വധുവിനെയും കൂട്ടി വീട്ടിൽ വരണം. കല്യാണം രജിസ്റ്റർ ചെയ്ത് 1943 ഫെബ്രുവരിയിൽ NC ബാലരാമപുരത്തുള്ള വീട്ടിലെത്തി. വീട്ടുകാർ സ്വീകരിച്ചു. തുടർന്ന് NCക്ക് ഒളിവിൽ പോകേണ്ടി വന്നു. 1952 മാർച്ച് വരെ നീണ്ടുനിന്ന ഈ കാലം NCയുടെ കുടുംബം ഏറെ ബുദ്ധിമുട്ടി. കുട്ടികളെ വളർത്താൻ ജാനകി ഏറെ പ്രയാസപ്പെട്ടു. കമ്മ്യൂണിസ്റ്റിന്റെ ഭാര്യ എന്ന നിലയിൽ ആരും തൊഴിൽ കൊടുത്തില്ല. NCയുടെ രക്തത്തിന് ദാഹിച്ച പോലീസുകാർ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്നു. വീട്ടുസാധനങ്ങൾ എല്ലാം നശിപ്പിച്ചു. ബന്ധുക്കളെല്ലാം ഒറ്റപ്പെടുത്തി. അയൽക്കാരി ടോഡി സ്റ്റാൻലി എന്ന സ്ത്രീയാണ് കുടുംബത്തെ രക്ഷപ്പെടുത്തിയത്. ഈ കഷ്ടപ്പാടിനിടയിൽ 2 കുട്ടികൾ കാര്യമായ ചികിത്സ ലഭിക്കാതെ മരിച്ചുപോയി. ഈ സംഭവത്തെപ്പറ്റി NC പറഞ്ഞത്, ആ ഓലപ്പുരയിൽ കിടന്ന് അവർ എന്നേക്കുമായി കണ്ണടക്കുമ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് രാഷ്ട്രീയ രംഗത്ത് NC ശേഖർ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചു. 1964 ചൈനാചാരൻ എന്ന മുദ്രകുത്തി NCയെ വീണ്ടും തുറങ്കലിട്ടു. ആ പ്രതിസന്ധിയെയും ജാനകി ശേഖർ നേരിട്ടു. ജാനകി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചരിത്രം എന്നും ഓർമ്മിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിത പങ്കാളിയായി സുഖത്തിലും ദുഃഖത്തിലും ജീവിതയാത്ര നടത്തുവാനായി എന്നതിൻ്റെ പരം സായുജ്യം എനിക്ക് വേറെയില്ല. P കൃഷ്ണപിള്ള, AKG, KP ഗോപാലൻ, K ദാമോദരൻ, SK പൊറ്റക്കാട്, TV തോമസ്, KR ഗൗരിയമ്മ, കാന്തലോട്ട് കുഞ്ഞമ്പു, റോസമ്മ പുന്നൂസ്, സുശീല ഗോപാലൻ, EK നായനാർ, നക്സൽ നേതാവ് വർഗീസ്, KC ജോർജ്, അഴീക്കോടൻ രാഘവൻ തുടങ്ങിയ എത്രയോ പേർ NCയുടെ കൊച്ചു വീട്ടിൽ താമസിച്ചിരുന്നു. ഒളിവിലും തെളിവിലും കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ മുറുകെ പിടിച്ച വിപ്ലവ കേരളത്തിന്റെ കനലിൽ ഊതിക്കാച്ചിയ ധീര വിപ്ലവകാരിയായ NC ശേഖരനോട് ഒപ്പം കഠിനമായ യാതനകളിലൂടെ ജീവിച്ച ഈ കമ്മ്യൂണിസ്റ്റ് തറവാട്ടമ്മ 2014 ഫെബ്രുവരി 7 വിട്ടുപിരിഞ്ഞത്.
1948 ഓഗസ്റ്റ് 19 സഖാവ് പി കൃഷ്ണപിള്ള പാമ്പ് കടിയേറ്റ് അന്തരിക്കുന്നതിന് ഏതാനും മണിക്കൂർക്ക് മുമ്പാണ് NCയും കൃഷ്ണപിള്ളയും തമ്മിൽ കണ്ടുപിരിഞ്ഞത്. ഇത് സംബന്ധിച്ച് NC രേഖപ്പെടുത്തിയ അവസാനത്തെ 15 കൊല്ലത്തെ കൂട്ടായ പ്രവർത്തനം. അതിനുശേഷം ഞാൻ കൃഷ്ണപിള്ളയെ വിട്ടുപിരിയുന്നത് 1948 ഓഗസ്റ്റ് 19 വെളുപ്പാൻ കാലത്ത് 4 മണിക്കാണ്. കരിഞ്ചന്തക്കും പൂഴ്ത്തിവെപ്പിനുമെതിരെ പാർട്ടി ശക്തമായ സമരം ആരംഭിച്ചു. പല സ്ഥലത്തും പോലീസും കർഷക സംഘ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. 1948 ഏപ്രിൽ 12 കോറോത്ത് നടന്ന വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ദേശാഭിമാനി പത്രം നിരോധിച്ചു. 1948 ഏപ്രിൽ 15 തെല്ലങ്കേരിയിൽ നടന്ന വെടിവെപ്പിൽ 7 പേർ. ഏപ്രിൽ 23 MSP പെരളത്ത് നടത്തിയ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 1948 ഏപ്രിൽ 28 PC ആനന്ദനെ കോൺഗ്രസ് ഗുണ്ടകൾ പോലീസും മർദ്ദിച്ച് മൃതപ്രായമായപ്പോൾ പായയിൽ കെട്ടി വളപട്ടണ പുഴയിൽ താഴ്ത്തി. ഏപ്രിൽ 30 അഞ്ചിയത്ത് 8 പേരെ വെടിവെച്ചു കൊന്നു. 2 പേർ ലോക്കപ്പിൽ മരിച്ചു. 1948 മെയ് 1 മണിയങ്കുന്നിൽ വെടിവെപ്പിൽ 6 പേർ. മെയ് 18 പായത്ത് നടന്ന വെടിവെപ്പിൽ 4 പേർ രക്തസാക്ഷികളായി. മെയ് 13 മൊയാരത്ത് ശങ്കരനെ കോൺഗ്രസ് ഗുണ്ടകളും പോലീസും മർദ്ദിച്ചു കൊന്നു. 1950 ജനുവരി 26 നാട്ടികയിൽ സർദാർ ഗോപാലകൃഷ്ണനെ കൊലപ്പെടുത്തി. 1950 മെയ് 3 രാത്രി പടിക്കുന്നിൽ വെച്ച് കുട്ടിപ്പ ഗോപാലൻ, ഡൈരുനമ്പ്യാർ എന്നീ സഖാക്കളെ ക്രൂരമായി വെടിവെച്ചു കൊന്നു. 1952 മാർച്ചിൽ കോഴിക്കോട്ട് മുതലക്കുളം മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് സഖാവ് NC ശേഖർ 4 വർഷത്തിലേറെ നീണ്ടുനിന്ന ഒളിവ് ജീവിതത്തിന് വിരാമമിട്ടത്. 1953 ഏപ്രിൽ 23 മുതൽ 27 വരെ കണ്ണൂരിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ 11ാം സമ്മേളനത്തിൽ NC ശേഖർ പങ്കെടുത്തു. 1954 മുതൽ 1960 ഏപ്രിൽ 2 വരെ NC ശേഖർ രാജ്യസഭാംഗമായിരുന്നു. ഈ കാലയളവിൽ നിരവധിയായ വിഷയങ്ങളെക്കുറിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പല അവകാശങ്ങളും നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്റിനെ എങ്ങനെ ജനനന്മയ്ക്ക് ഉപയോഗിക്കാം, പാർലമെന്ററി പ്രവർത്തനം ബഹുജന പ്രവർത്തനമായി എങ്ങനെ ഉപയോഗിക്കാം എന്നതായിരിക്കും NCയുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം. കലാസാഹിത്യ രംഗത്തോടും NCക്ക് വലിയ താല്പര്യമായിരുന്നു. ജീവൽ സാഹിത്യ സംഘടന 1937 രൂപീകരിച്ചപ്പോൾ NC ശേഖർ പങ്കെടുത്തിരുന്നു. കലക്ക് വേണ്ടിയല്ല, സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി എന്നതായിരുന്നു മുദ്രാവാക്യം. NC വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ വായനക്കാരനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ നിരവധിയായ പുസ്തക ശേഖരമുണ്ടായിരുന്നു. NC ശേഖർ അന്തരിച്ച് 1 വർഷം തികയുന്ന 1957 ഡിസംബർ 3 അദ്ദേഹത്തിന്റെ ആത്മകഥ അഗ്നിവീഥികൾ പുറത്തിറക്കി. മരണാനന്തരം അദ്ദേഹത്തിന്റെ ഭാര്യ ജാനകി, മകൻ രവിയും കൂടി NCയുടെ പുസ്തക ശേഖരം കണ്ണൂർ ദേശാഭിമാനിക്ക് നൽകുകയാണ് ചെയ്തത്. 1968 CPM സംസ്ഥാന കമ്മിറ്റി NC ശേഖറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചു. CPMൽ നിന്ന് പുറത്താക്കിയ ശേഷം ഭരണം വരെ NC ശേഖർ ഒരു പാർട്ടിയിലും ചേരാതെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായി കഴിഞ്ഞു. എന്നാൽ പല കാര്യങ്ങളിലും CPI, CPM എന്നീ പാർട്ടികളുമായി ബന്ധം പുലർത്തിയിരുന്നു. 1985 നാണിയൂരിൽ വെച്ച് നടന്ന കർഷക സംഘത്തിന്റെ 50ാം വാർഷികാഘോഷ പരിപാടി പങ്കെടുത്തു. ആത്മകഥയിൽ NC എഴുതിയത് 7 ദശകങ്ങളിലായി നിറഞ്ഞു നിന്ന എൻ്റെ പൊതുജീവിത ചരിത്രം ഒരു തുറന്ന പുസ്തകമാണ്. ഞാൻ കൂടി ഉടനീളം പങ്കാളിയായ തൊഴിലാളി വർഗ പ്രസ്ഥാനവും പാർട്ടിയും അത് സ്വീകരിക്കുമാറാകണം എന്നേ എനിക്ക് ഈ അവസരത്തിൽ ആഗ്രഹമുള്ളൂ. ആരോടും പരിഭവമില്ല. ഞാൻ എൻ്റെ ഉൾവിളി കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് ധരിച്ചാൽ മതി. EMS ചൂണ്ടിക്കാട്ടിയത് NCയുടെ വാശിയും വീറും ചിലപ്പോൾ കൂടിപ്പോകാറുണ്ട്. അങ്ങനെയാണ് ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഭിന്നതയെ തുടർന്ന് NC യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. യാന്ത്രികമായ പ്രത്യയശാസ്ത്ര കർക്കശ്യം അദ്ദേഹത്തെ വെച്ച് പുലർത്തിയിരുന്നു. അത് കാരണം പാർട്ടിയിൽ നിന്നും പുറത്തു പോകാണ്ടി വന്നു. എന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ ഒരു സ്ഥാനമാണ് NC ശേഖരനുള്ളത്. മുൻപിൻ നോക്കാതെ തലയുയർത്തി നെഞ്ചു വിരിച്ച് നടന്നു കയറിയ അധികാരിയായ ഒരു ഒറ്റയാനിയാണ് NC ശേഖർ എന്ന കമ്മ്യൂണിസ്റ്റ്. മലബാറിലെ ചുവപ്പിക്കുന്നതിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം വളർത്തുന്നതിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടും. കേരളത്തിലെ ആദ്യകാല സ്വാതന്ത്ര്യ സമര സേനാനി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ, തിരുവിതാംകൂറിലെ ഏകാധിപതി സർ CPയെ ചരിത്രത്തിന്റെ ഇരുട്ടറയിലേക്ക് തള്ളുമെന്ന് സർ CPയുടെ കാൽ ചുവട്ടിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ച ധീരദേശാഭിമാനിയുമായ സഖാവ് NC ശേഖരന്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ അതിരഞ്ജലി അർപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.